സുന്ദരി പെണ്ണേ ദുവാച്ചോ ദുവാ എവിടെ പോന്നേ? ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടാ? നമ്മള് ദുവാന്റെ ബർത്ത്ഡേ മറ്റന്നാ August 2. അപ്പൊ അതിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് സെറ്റാക്കിയ ഡ്രസ്സാണ്. ആച്ചോ സുന്ദരി പെണ്ണായി ബീച്ചിൽ ഫോട്ടോ എടുക്കാൻ പോവാം. നമുക്ക് വെള്ളത്തിൽ പോവാ. അങ്ങനെ നമ്മൾ പള്ളിക്കര ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് ഇപ്പൊ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പോന്ന് ബേബിക്ക് ടാറ്റ ആക്കുന്നതാ. വിളിക്ക് ബേബി വിളിക്ക്. ഹായ് ഗേസ്. അപ്പോ 2 വയസ്സായി. എത്ര പെട്ടെന്ന്. ഇന്നലെ കഴിഞ്ഞ കണക്കുണ്ട് ബർത്ത്ഡേ പരിപാടി. ഇപ്രാവശ്യം ബർത്ത്ഡേ പ്രോഗ്രാം കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് ചിലപ്പോൾ ഞാൻ ബർത്ത്ഡേൻ്റെ അന്ന് മാത്രമേ ഈ വീഡിയോ. അപ്പം നമ്മൾ ബാക്കിലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഫോട്ടോ കാര്യങ്ങളിൽ എടുക്കാൻ പറ്റും. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട്. എല്ലാം കാണിച്ചു തരാം. ഇവിടെ കുറേ സെറ്റ് ആക്കുന്നുണ്ട്. ബേബി ഉണ്ട് ഇവിടെ. ഓത്തോ ബേബി. അതാ ബേബി ഉണ്ടാ. ബേബി അച്ചോ ചിരിക്കണോ? ബേബി ഉണ്ടാ? മാറുന്നതിന് പെട്ടേ എടുക്കണോടാ. ബേബീനാണോ? ബേബീനെ എടുത്തോ എടുത്തോ. നീ നോക്കി നല്ല എടുത്തോ. ഏത് വേണ്ട ഫുള്ള് ദുവാ സ്കൂട്ടി. വണ്ടി വേണം എനിക്ക്. എടവത്തിലാടന്നെയാ? സ്കൂട്ടിക്ക് ഒറിജിനൽ സ്കൂട്ടിക്കാർ ഇത്ര റെന്റ് ഇല്ല. ഇന്ന വണ്ടിയില് വാ വണ്ടി പിടിച്ചേ. വെള്ളത്ത് പോടല് വെള്ളത്തിലാ. വെള്ളത്തില് കണ്ടായിരിക്കൂലടാ. അവിടെ ഇരിക്കേ. ബാപ്പ ഒരു ഫോട്ടോ എടുക്കട്ടെ. അവിടെ നോക്കി ഇങ്ങോട്ടേക്ക്. ബാപ്പ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങോട്ടേക്ക്. കുപ്പായാലും ബാക്കിൽ നിന്നെല്ലാം എന്തോ ആയണത്. പാവാട സെറ്റ് ആയിട്ടാ സംഭവം. പണിവാളി ഓളി കടല് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ നിൽക്കുന്നു. അവിടെ നിൽക്കുന്നില്ല. നീ കടല് കാണിച്ചു കൊടുത്തിട്ട് വേണം വരാൻ. വെള്ളം എത്താ. ഓളെ ചിരി വരുത്തിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്തെല്ലാം ചെയ്യണോ റബ്ബേ. അല്ല ഓള് മിങ്കിളായാലോ ഒക്കെ അതാകാത്ത പണിയില്ലോ. എന്തൊക്കെ ചെയ്യണം റബ്ബേ ഒന്നിച്ചിരിക്കാൻ വേണ്ടിട്ട്. എന്ത് കളിച്ചിട്ട് നിക്കുന്നില്ല. ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരാള് കഷ്ടം. വെള്ളത്തിൽ പോന്നാ അങ്ങനെ മതി. ഫുള്ള് കാര്യം അറിയുന്ന മാത്രം. അങ്ങനെ പാട്ടോട്ട് കൊടുത്തോ. വെറൈറ്റി ഫോട്ടോ. പാവച്ചകന്റെ കഷ്ടപ്പാട് നോക്കിയ എത്ര നേരം അവരോട് ചിരിക്കാൻ പറയുന്നു. ചിരിക്കുന്നില്ല കളിക്കുന്നില്ല. ഇങ്ങനെ അയ്യോ കാക്ക വന്നിട്ടതാ. അല്ല കാക്കനെ കാണിച്ചു കൊടുത്ത. ഇച്ചാക്ക് കാക്കനെ കാണിച്ചു കൊടുത്തേ. ഇച്ചാക്ക് കാക്കനെ കാണിച്ചു കൊടുത്തേ. അതാ ബ്രൂണ്ടാ. അങ്ങനെ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു രാജ്മോഹൻ. ക്ഷീണം പിടിച്ച് ഇരിക്കാ പറഞ്ഞെ. മതിയാക്കിയാ മതിയാടാ. ഒടുവിൽ ക്ഷീണം പിടിച്ചു. ഇതാണ് മുബഷിറിന്റെ സ്ഥലം എവിടെ? പുതുമേലി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ? നമുക്കുണ്ടായിട്ട് ആദ്യമായിട്ടാണ്. അല്ലാ
വീഡിയോ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടാവും, ദുവാന്റെ പേജിലിട്ട്, അത് കണ്ടോക്കണം. ടയേർഡായി കഴിഞ്ഞ് സംഭവം വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോവാനാകുമ്പോഴേക്കാണ് ഓള് റെഡി ആയത്. ഇതുവരെ കളിച്ചോണ്ടേ. ആർക്ക് പോവാൻ ചിന്നെ ഇച്ചാക്കാ ഇച്ചാക്ക് പോവടുത്തെ ഈ ഇച്ചാക്ക് എല്ലാം ഫോട്ടോ വീഡിയോയിൽ എടുത്തിട്ട് ക്യാമറ കൊളാക്കിയിട്ട് ചിക്കാണ്ട് നിന്നിട്ട് ഇപ്പൊ നമുക്ക് മൂടായി